നമസ്കാരം, ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ? അതായത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്തത് ലാസ്റ്റ് ഓക്സിജനിലേക്ക് കൊടുത്ത് ATP സിന്തസിസിന്റെ പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. The culmination of aerobic respiration is oxidative phosphorylation along the electron transport chain. അതായത് aerobic respiration, അതായത് ഗ്ലൈക്കോളിസിന്റെയും Krebs cycle, അതായത് ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ലിങ്ക് ചെയ്തതാണ് Krebs cycle. ആ Krebs cycle കഴിഞ്ഞ് നമുക്ക് എന്ത് വരും? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വരും. എന്തിനാണ് ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം അൾട്ടിമേറ്റ്ലി എയിം ചെയ്യുന്നത്? അതിന്റെ എല്ലാം എയിം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്ത് എങ്ങനെ കറക്റ്റ് ആയിട്ട് ATP, അതായത് ഊർജം, എനർജി, കറൻസി ഓഫ് ദി സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെയാണ് ഈ പറയുന്ന ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. The NADH formed during glycolysis and NADH FADH2 molecules formed in the TCA cycle are reduced O2 and generate high energy ATP molecules. അതായത് ഈ എനർജി കറൻസി ആയിട്ടുള്ള ATP നെ ജനറേറ്റ് ചെയ്യാൻ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഒന്ന് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കോഎൻസൈം ആയിട്ടുള്ള NADH ഉം രണ്ടാമത്തേത് FADH2 ആണ്. അതായത് ഗ്ലൈക്കോളിസിന്റെ സമയത്ത് നമുക്ക് എത്ര NADH ഉണ്ടാവുന്നുണ്ട്? 2 NADH ആണ്. എത്ര? 2 NADH മോളിക്യൂൾസ് നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ ഡ്യൂറിങ് എ സിംഗിൾ ഗ്ലൈക്കോളിസിസ് എത്ര? 2 NADH മോളിക്യൂൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. TCA സൈക്കിൾ അഥവാ Krebs സൈക്കിളിൽ നമുക്ക് NADH ഉം അതേപോലെ തന്നെ FADH, ബോത്ത് NADH ഉം FADH2 ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഓക്സിഡേഷൻ, നമ്മുടെ അസറ്റൈൽ കോഎൻസൈമിന്റെ ഓക്സിഡേഷൻ വഴിയാണ് NADH ഉം FADH2 ഉം ജനറേറ്റ് ആവുന്നത്. ഈ റെഡ്യൂസ്ഡ് ആയിട്ട്, അതായത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ റെഡ്യൂസ്ഡ് ആയിട്ടുള്ള, സോ ഇവരെന്ത് ചെയ്യാണ്? ഈ NADH ഉം FADH2 ഉം റെഡ്യൂസ്ഡ് ആയിട്ടുള്ള കോഎൻസൈമുകളാണ്. അവര് ഇലക്ട്രോൺസിനെയും പ്രോട്ടോൺസിനെയും H+നെയും എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് ക്യാരി ചെയ്യുന്നതാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എന്താവശ്യമുണ്ട്? ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാനുള്ള 2 കോഎൻസൈമുകളാണ് NADH ഉം FADH2 ഉം. ETC ഇല്ലാതെ, അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നടക്കാതെ നമുക്ക് എന്ത് പറ്റില്ല? NADH ഉം FADH2 ഉം കറക്റ്റ് ആയിട്ട് അത് രണ്ടും യൂട്ടിലൈസ് ചെയ്ത് ATPയുടെ സിന്തസിസ് നടക്കില്ല. സോ ETC ഉണ്ടെങ്കിൽ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന NADH ൽ നിന്നും FADH2 ൽ നിന്നും എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. The ETC is a rise of series of proteins that receive the high energy electrons for NADH and FADH2 molecules and move these electrons along the inner mitochondrial membrane and onto the final electron acceptor, namely oxygen. So electron transport ചെയിനിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനൽ അക്സെപ്റ്റർ ഓക്സിജൻ ആണ്. നമുക്കറിയാം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഒരുപാട് പ്രോട്ടീൻ കോംപ്ലക്സസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് മൊബൈൽ ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. അതായത് കോംപ്ലക്സ് 1, കോംപ്ലക്സ് 2, 3, 4 എന്ന് പറയുന്ന പോലെ ഒരുപാട് ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട്. ഈ കാരിയേഴ്സിൽ നിന്നും, അതായത് ഓരോ കാരിയറിൽ ഈ ഇലക്ട്രോൺ ചെയിൻ ട്രാൻസ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് എവിടെയാണ്? ഫൈനൽ ആയിട്ടുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. In the process, a proton gradient is established that is then used to create ATP molecule via the activity of an special enzyme ATP synthase. അതായത് ഇതിൽ നിന്നും, അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. സോ കോംപ്ലക്സ് 1 ൽ നിന്നും കോംപ്ലക്സ് 4 ൽ വരെ ആ ഇലക്ട്രോൺസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തിന്റെ പമ്പിങ് നടക്കുന്നുണ്ട്? H+ അയോണുകളുടെ അല്ലെങ്കിൽ പ്രോട്ടോൺസിന്റെ പമ്പ് എവിടെ നിന്നും? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ നിന്നും. നോക്കുക, H+ എവിടെ നിന്നും? മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിൽ നിന്നും എവിടേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക്, മൈറ്റോകോൺഡ്രിയയുടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു സ്പേസ്, അതായത് H+നകത്തുള്ള അല്ലെങ്കിൽ പ്രോട്ടോൺ ഗ്രേഡിയന്റ്
കോൺസെൻട്രേഷൻ വ്യത്യാസമാവുന്നത്. അതിലൂടെ ഒരു ചാർജിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് നടക്കുന്നത്, ATP സിന്തസിസ്, അതായത് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലേക്ക് H+കളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്തല്ല ATP ഉണ്ടാകുന്നത്. H+കളെ ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം തിരിച്ച് H+കളെല്ലാം എന്ത് ചെയ്യും, തിരിച്ച് മെട്രിക്സിലേക്ക് തിരിച്ച് റിട്ടേൺ വരും. തിരിച്ച് റിട്ടേൺ വരുന്നത് ഒരു ATP സിന്തേസ്, അതായത് കോംപ്ലക്സ് 5 എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സിലൂടെയാണ് വരുന്നത്. ആ സമയത്താണ് എന്തിന്റെ ഫോർമേഷൻ നടക്കുന്നത്, ഈ പറയുന്ന ATPയുടെ ഫോർമേഷൻ നടക്കുന്നത്. സോ ATP സിന്തേസ് അഥവാ കോംപ്ലക്സ് 5ലൂടെ പ്രോട്ടോൺസ് H+ അയോണുകളുടെ റിവേഴ്സൽ പമ്പിങ്ങിലൂടെയാണ് ATP സിന്തസിസ് അല്ലെങ്കിൽ ATP മോളിക്യൂൾസ് ക്രിയേറ്റ് ആകുന്നത്. ഇനി മൈറ്റോകോൺഡ്രിയയുടെ പ്രത്യേകത എന്താണ്? The outer mitochondria is permeable to majority of small molecules and anions due to the presence of a voltage-gated channels called mitochondrial porins. So എന്താണ് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്? ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. മൈറ്റോകോൺഡ്രിയ ഒരു ഡബിൾ മെംബ്രെയിൻ ആണ്. ഈ ഔട്ടർ മെംബ്രെയിൻ വളരെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള, അതായത് ഒരു അരിപ്പ പോലെ സീവ് പോലെ ബിഹേവ് ചെയ്യുന്ന അതാണ് ഔട്ടർ മെംബ്രെയിൻ, അതായത് പോറിൻസ്. അതിന്റെ പുറത്ത് എന്തുണ്ട്, മൈറ്റോകോൺഡ്രിയൽ പോറിൻസ്, അഥവാ നമുക്ക് അതിന് വേറൊരു പേര് കൂടി പറയാം, വോൾട്ടേജ് ഡിപ്പെൻഡന്റ് ആനയോൺ ചാനൽസ് അഥവാ VDACs എന്ന് പറയുന്നു. VDACs. ഈ പോറിൻസ് എന്തിനു വേണ്ടിയാണ്? പോറിൻസ് എന്ന് പറഞ്ഞാൽ സ്മോൾ, അതിനകത്ത് ഉണ്ടാകുന്ന സ്മോൾ ഓപ്പണിങ്സ് ആണ്. അതായത് സ്മോൾ മോളിക്യൂൾസിനെയും അയോൺസിനെയും അതേപോലെ തന്നെ മെറ്റാബോളൈറ്റ്സ് ആയിട്ടുള്ള ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ്, ന്യൂക്ലിയോടൈഡിനെ എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് എന്തിനാവശ്യമായിട്ടുള്ളത്, ഈ പറയുന്ന പോറിൻസ് അഥവാ VDACsയുടെ ആവശ്യമുള്ളത്. സോ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു മേജർ ആയിട്ടുള്ള ബാരിയർ അല്ല. അത് പൊതുവെ എന്തിനു ചെയ്യാനുള്ളതാണ്, ഈ ഉള്ളിലേക്ക് സബ്സ്റ്റൻസിനെ കടത്തിവിടുന്ന ഓൾമോസ്റ്റ് പെർമിയബിൾ ആയിട്ടുള്ളതാണ് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത്. Then the inner membrane, however, lacks these porins, hence impermeable to ions and polar molecules. Metabolites such as ATP, citrate and pyruvate must use special protein transportase. അതായത് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ പോലെയല്ല, ഇന്നർ മെംബ്രെയിൻ എങ്ങനെയാണ്, കമ്പാരേറ്റീവ്ലി വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഇംപെർമിയബിൾ ആണ്. അതായത് പോറിൻസോ അങ്ങനെ ഒന്നുമില്ല. സോ നമുക്ക് എന്താണ്, ചാർജർ ആയിട്ടുള്ള, അതായത് H+കൾ, Na+, K+ പോലുള്ളതൊന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഫ്രീലി ഡിഫ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന്റെ ആവശ്യമുണ്ട്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് പ്രോട്ടീൻസിന്റെ സഹായത്തോടെയാണ് ഇന്നർ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നത്, ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിലേക്ക് അതൊരു മെറ്റാബോളൈറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ATP, ADP ട്രാൻസ്ലോക്കേസ് ഒക്കെ എന്തിനാണ്? അതേപോലെ തന്നെ പൈരൂവേറ്റിനെ, നമുക്ക് ഗ്ലൈക്കോളിസിസിൽ നിന്നുള്ള പൈരൂവേറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, മൈറ്റോകോൺഡ്രിയയിലേക്ക് മെട്രിക്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പൈരൂവേറ്റ് കാരിയേഴ്സ് വേണം. അതേപോലെ തന്നെ സിട്രേറ്റിനാണെങ്കിൽ സിട്രേറ്റ് കാരിയേഴ്സ്, അതായത് ഓരോന്നിനും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാരിയർ പ്രോട്ടീൻസ് ആണ് ആവശ്യമായിട്ടുള്ളത്. സോ നോക്കിയാൽ ഔട്ടർ മെംബ്രെയിൻ ഫ്രീലി പെർമിയബിൾ ടു സ്മോൾ മോളിക്യൂൾസും, അതായത് ഒരു 5 കിലോ ഡാൾട്ടൺ വരെയുള്ള മോളിക്യൂൾസിനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, മോസ്റ്റ്ലി പെർമിയബിൾ ആക്കുന്നത്. അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ എങ്ങനെയാണ്, ഇംപെർമിയബിൾ ആണ്. ഇംപെർമിയബിൾ സ്മോൾ മോളിക്യൂൾസ് ആൻഡ് അയോൺസിനാണ്, ഇൻക്ലൂഡിംഗ് H+നോട് വരെ ഇംപെർമിയബിൾ ആണ്. കണ്ടെയ്ൻസ് റെസ്പിറേറ്ററി ഇലക്ട്രോൺ കാരിയേഴ്സ്, കോംപ്ലക്സ് 1 മുതൽ കോംപ്ലക്സ് 4 വരെയുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് എവിടെയാണ് കാണുന്നത്, ഈ പറയുന്ന ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. ADP, ATP ട്രാൻസ്ലോക്കേസ്, അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാരിയർ പ്രോട്ടീൻസ്. ATP സിന്തേസ് അഥവാ കോംപ്ലക്സ് 5, അതർ മെംബ്രെയിൻ ട്രാൻസ്പോർട്ടേഴ്സ്, ഇതെല്ലാം കാണുന്നത് എവിടെയാണ്, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് എന്തുണ്ട്, മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫോൾഡിങ്സ് ഉള്ള, അതായത് ആ ഉൾഭാഗത്തെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിനകത്ത് നമുക്ക് പൈരുവേറ്റ് ഡീഹൈഡ്രോജനേസ് കോംപ്ലക്സ്, സിട്രിക് ആസിഡ് സൈക്കിൾ എൻസൈംസ്, ഫാറ്റി ആസിഡ് ബീറ്റ ഓക്സിഡേഷൻ എൻസൈംസ്, അമിനോ ആസിഡ് ഓക്സിഡേഷൻ എൻസൈംസ്, DNA റൈബോസോംസ് എല്ലാം കാണുന്നുണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം, സിട്രിക് ആസിഡ് സൈക്കിൾ എൻസൈംസ് ഉണ്ടെങ്കിൽ അവിടെയാണ് TCA സൈക്കിൾ അഥവാ ക്രബ് സൈക്കിൾ, സിട്രിക് ആസിഡ് സൈക്കിൾ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഫാറ്റി ആസിഡിന്റെ എൻസൈംസ് ഉണ്ടെങ്കിൽ ബീറ്റ ഓക്സിഡേഷൻ, ഫാറ്റി ആസിഡിന്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. അമിനോ ആസിഡ് ഓക്സിഡേഷനും നടക്കുന്നത് എവിടെയാണ്, മൈറ്റോകോൺഡ്രിയന്റെ മെട്രിക്സിലാണ്.
The folding pattern of inner membrane crystals greatly increases the surface area on which oxidative phosphorylation can take place. അതായത് മെട്രിക്സിനകത്ത് എന്തുണ്ട്, ഒരുപാട് ഇൻഫോൾഡിങ്സ് നമ്മൾ കണ്ടല്ലേ മൈറ്റോകോൺഡ്രിയയുടെ. മെട്രിക്സിന്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരുപാട് ഫോൾഡിങ്സ് ഉണ്ട്, ഇന്നർ ഫോൾഡിങ്സ് ഉണ്ട്. ഈ ഫോൾഡിങ്സിനെയാണ് എന്ത് പറയുന്നത്, ക്രിസ്റ്റ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി, ഇന്നർ മെംബ്രെയിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഭാഗമാണ് ക്രിസ്റ്റ എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഡഡ് സർഫസിൽ, അതായത് ഈ ക്രിസ്റ്റയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും ഈ പറയുന്ന ക്രിസ്റ്റയിലാണ് എംബഡഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ ലാർജ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അതായത് ഒരുപാട് പ്രോട്ടീൻസ് അതിനകത്ത് ഇലക്ട്രോൺ കോംപ്ലക്സ് ആയിക്കോട്ടെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ കോംപ്ലക്സുകളും ATP സിന്തേസ് മോളിക്യൂൾസിനെല്ലാം അക്കോമഡേറ്റ് ചെയ്ത് ഹയർ ATP പ്രൊഡക്ഷൻ എഫിഷ്യൻസി, അതായത് ATP പ്രൊഡക്ഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയാണ് എന്തുള്ളത്, ഈ ക്രിസ്റ്റ സർഫസ് ഏരിയ കൂട്ടുന്ന ക്രിസ്റ്റയുടെ ഫോർമേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഹൈ എനർജി ഡിമാൻഡ് ഉള്ള സെല്ലുകൾ ഏതൊക്കെയായിരിക്കും, മസിൽ സെൽസ്, ന്യൂറോൺ സെൽസ്, കാർഡിയാക് സെൽസ്, അതായത് എല്ലാ ടൈമും വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള സെല്ലുകളിൽ എന്താണ്, മൈറ്റോകോൺഡ്രിയയ്ക്ക് ഒരുപാട് ക്രിസ്റ്റകൾ ഉണ്ടാകുന്നുണ്ട്. സോ ഏറ്റവും കൂടുതൽ ഹൈ എനർജി ഡിമാൻഡ് ഉള്ള സെൽസുകൾ ഏതൊക്കെയാണ്, മസിൽ സെൽസ്, ന്യൂറോൺ സെൽസ്, കാർഡിയാക് സെൽസിലൊക്കെ പ്രത്യേകത എന്താ, അവരുടെ മൈറ്റോകോൺഡ്രിയയ്ക്ക് ലാർജ് നമ്പർ ഓഫ് ക്രിസ്റ്റയാണ് പ്രസൻസ് ആയിട്ടുള്ളത്. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അതിലെ ഓരോ കോംപ്ലക്സുകൾ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ആ ഓരോ കോംപ്ലക്സസിനകത്ത് വരുന്ന അതിന്റെ എങ്ങനെയാണ് അവിടെ മെക്കാനിസം നടക്കുന്നത്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് നടക്കുന്നത്. സോ നമ്മൾ പറഞ്ഞു മേജർ ആയിട്ട് നമുക്ക് ആ പറയുന്ന റെസ്പിറേഷൻ എൻസൈംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 എൻസൈം കോംപ്ലക്സുകളാണ്. കോംപ്ലക്സ് 1, 2, 3, 4, കോംപ്ലക്സ് 1, 2, 3, 4. അതായത് അതിന് നമുക്ക് മറ്റു പേരുകൾ കൂടി അറിയപ്പെടാം, പേരുകൾ ഓർത്ത് വെക്കുക. NADHQ ഓക്സിഡോ റിഡക്ടേസ്, അതാണ് കോംപ്ലക്സ് 1 എന്ന് പറയുന്നത്. കോംപ്ലക്സ് 2ന്റെ മറ്റൊരു പേരാണ് സക്സിനേറ്റ് Q റിഡക്ടേസ്. കോംപ്ലക്സ് 3 ആണ് Q cytochrome C oxido reductase, and fourth one is cytochrome C oxidase. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് 1 ആണ്. അതിന്റെ ആ മാസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഏകദേശം 900 കിലോ ഡാൾട്ടൺ ആണ്. ഏറ്റവും കുറവ് എന്ന് പറയുന്നത് സക്സിനേറ്റ് Q റിഡക്ടേസ് ആണ്. സോ ഇതിന്റെ സബ് യൂണിറ്റുകളുടെ എണ്ണം കൂടി ഓർത്തിരിക്കുക. കോംപ്ലക്സ് 1 46 ആണ്, കോംപ്ലക്സ് 2 4 ആണ്, കോംപ്ലക്സ് 3 11 ആൻഡ് കോംപ്ലക്സ് 4 13 സബ് യൂണിറ്റുകളാണുള്ളത്. ഇനി അടുത്തത് അതിനകത്ത് വരുന്ന പ്രോസ്താറ്റിക് ഗ്രൂപ്പ് ഏതാണ്, ഒരു പ്രോസ്താറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്ന ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള മോളിക്യൂൾ ആണ്. അതായത് ആ കോംപ്ലക്സിനകത്ത് വരുന്ന ഒരു നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആണ്. ആ മോളിക്യൂളിന്റെ പ്രത്യേകത എന്തായിരിക്കും, വളരെ വളരെ ടൈറ്റ്ലിയും അതേപോലെ തന്നെ പെർമനന്റ്ലി ബൗണ്ടഡും ആയിരിക്കും. അതായത് നമ്മുടെ അതായത് കോഎൻസൈംസ് ആയിട്ടുള്ള NAD+ അല്ലെങ്കിൽ FAD+ പോലെ ലൂസ്ലി, അതായത് ആവശ്യമുള്ളപ്പോൾ ബൈൻഡ് ചെയ്യുന്നതല്ല. പ്രോസ്താറ്റിക് ഗ്രൂപ്പ് ഓർത്തിരിക്കുക, പെർമനന്റ്ലി ആയിട്ടും ടൈറ്റ്ലി ആയിട്ടും ബൗണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് അത്രയും ഫംഗ്ഷന് വേണ്ടി എസെൻഷ്യൽ, അതിന്റെ ഈ കോംപ്ലക്സിന്റെ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ആരെന്ന് പറയുന്നത്, പ്രോസ്താറ്റിക് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. സോ കോംപ്ലക്സ് 1 പ്രോസ്താറ്റിക് ഗ്രൂപ്പുകളാണ് FMN, FES, അതായത് അയൺ സൾഫർ എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ കോംപ്ലക്സ് 2 FMN പകരം ഏതാണ്, FAD ആണ്. FAD അതേപോലെ തന്നെ സെയിം ആസ് കോംപ്ലക്സ് 1 FES ഉണ്ട്. അതേപോലെ തന്നെ കോംപ്ലക്സ് 3 ഓർക്കുക, ഹീം ഗ്രൂപ്പുകളാണ് കാണുന്നത്. ഹീം, BH, BL, C1, FES, അങ്ങനെ 4 പ്രോസ്താറ്റിക് ഗ്രൂപ്പുകളാണുള്ളത്. അതേപോലെ തന്നെ ലാസ്റ്റ് കോംപ്ലക്സ് 4 ഏതൊക്കെയാണ്, ഹീം A3, കോപ്പർ A, കോപ്പർ B, ഇങ്ങനെ ഇതിലും 4 എന്തുണ്ട്, പ്രോസ്താറ്റിക് ഗ്രൂപ്പുകൾ ഉണ്ട്. സൈഡിനകത്തും അതേപോലെ തന്നെ മെംബ്രെയിൻ കോറിനകത്ത് സൈറ്റോപ്ലാസ്മിക് സൈഡിൽ എന്തൊക്കെയുണ്ട്. സോ മെട്രിക് സൈഡിലാണ് കോംപ്ലക്സ് 1ന്റെ NADH ഉള്ളത്.
മെംബ്രെയിൻ കോറിൽ, അതായത് അതിന്റെ ഇന്നർ മെംബ്രെയിൻ, ആ മെംബ്രെയിൻ കോറിൽ എംബഡഡ് ആയിട്ട് എന്തുണ്ട്? യുബീക്വിനോൺ അല്ലെങ്കിൽ കോഎൻസൈം ക്യൂ ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോഎൻസൈം ക്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് കോംപ്ലക്സ് 2-ലും. കോംപ്ലക്സ് 2-ൽ എന്തുണ്ട്? സക്സിനേറ്റ്. മെട്രിക് സൈഡിനകത്ത് എന്തുണ്ട്? സക്സിനേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ മെംബ്രെയിൻ കോറിനകത്ത് കോഎൻസൈം ക്യൂ ഉണ്ട്. ഇനി കോംപ്ലക്സ് 3-ലായിക്കോട്ടെ മെംബ്രെയിൻ കോറിലെ ക്യൂ തന്നെയാണ്. സോ ലാസ്റ്റ് ആണ്, അതായത് സൈറ്റോപ്ലാസത്തിന്റെ സൈഡിലാണ് എന്ത് വരുന്നത്? സൈറ്റോക്രോം സി വരുന്നത്. കോംപ്ലക്സ് 4-ൽ എന്തില്ല? മെട്രിക് സൈഡിനകത്ത് മെംബ്രെയിൻ കോറിനകത്ത് ഒന്നുമില്ല. സൈറ്റോപ്ലാസ്മിക് സൈഡില് സൈറ്റോക്രോം സിന്റെ പ്രസൻസ് ഉണ്ട്. സോ ഇതാണ് നമ്മൾ ഒരു പെരിഫറൽ ആയിട്ട് എന്ത് പറയുന്നത്? കോംപ്ലക്സുകളുടെ പ്രധാനമായിട്ടും 4 പോയിന്റ്സ്, 4 കോംപ്ലക്സുകളുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഓരോന്നിന്റെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ കോംപ്ലക്സ് 1, 2, 3, 4 ഫിക്സഡ് ഇൻ പ്ലേസ്. അതായത് ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനകത്ത് നമ്മൾ പറഞ്ഞു ഒരുപാട് ലാർജ് പ്രോട്ടീൻസ് ഉണ്ട്. അതെല്ലാം എങ്ങനെയാണ്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെമ്പറൈനകത്ത്, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെമ്പറൈനിലേക്ക് ഫിക്സഡ് ആണ്. അതായത് കോംപ്ലക്സ് 1-ഉം 2-ഉം 3-ഉം 4-ഉം എങ്ങനെയാണ്? ഫിക്സ്ഡ് ആണ്, അതായത് ഇമ്മൊബൈൽ ആണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇന്നർ മെമ്പറൈനിൽ നിന്ന് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലാതെ മൂവ്മെന്റിനെ അവർക്ക് മൊബൈലിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. കോംപ്ലക്സ് 1, 3, 4, which is the transfer of electron, is accompanied by a major release of free energy. അതായത് നമ്മുടെ ഇലക്ട്രോൺസ്, നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസ് ഈ പറയുന്ന കോംപ്ലക്സിലൂടെ ട്രാൻസ്പോർട്ട്, ഈ പറയുന്ന കോംപ്ലക്സിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അവിടെ എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. ഈ എനർജി ലോസ് അവർ ഒരിക്കലും, അതായത് ഈ പറയുന്ന ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യില്ല, അവർ വേസ്റ്റ് ആക്കുന്നില്ല. ഈ എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മെട്രിക് സൈഡിൽ നിന്നും H+കളെ, അതായത് പ്രോട്ടോണുകളെ എവിടേക്ക്? ഈ പറയുന്ന നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിന്റെ ഉള്ളിൽ, അതായത് ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നത്. സോ ഇതിൽ ഓർക്കുക, കോംപ്ലക്സ് 1-ഉം 3-ഉം 4-ഉം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇങ്ങനെ എനർജി റിലീസ് നടത്തി ഈ എനർജി റിലീസ് മൂലം പമ്പിനെ, അതായത് H+ അഥവാ പ്രോട്ടോൺ പമ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. സോ കോംപ്ലക്സ് 2-ന് എന്തില്ല? കോംപ്ലക്സ് 2 പ്രോട്ടോണുകളെ പമ്പ് ചെയ്യുന്നില്ല. Ubiquinone, lipid soluble, cytochrome C, soluble protein in inner membrane space, move within or along the membrane. ഇനി നമുക്ക് അതിലുള്ള രണ്ട് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള കോംപ്ലക്സുകളാണ് എന്ത് പറയുന്നത്? മൊബൈൽ ഇലക്ട്രോൺസ് ആയിട്ടുള്ള, അവർക്ക് ഫിക്സ്ഡ് അല്ല. അവർ ഏതൊക്കെയാണ്? യുബീക്വിനോണും അതേപോലെ തന്നെ സൈറ്റോക്രോം സിയുമാണ്. രണ്ടും എങ്ങനെയാണ്? മൊബൈൽ ആണ്. മൊബൈൽ ആയിട്ടുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ്. അതിൽ യുബീക്വിനോൺ എങ്ങനെയാണ്? ലിപ്പിഡ് സോല്യൂബിൾ ആണ്. ലിപ്പിഡ് സോല്യൂബിൾ എന്ന് പറഞ്ഞാൽ അത് എവിടെയായിരിക്കും? ഹൈഡ്രോഫോബിക്, ഇന്നർ മെംബ്രെയിന്റെ ഹൈഡ്രോഫോബിക് റീജിയണിനകത്തുള്ളതാണ് ഏത്? യുബീക്വിനോൺ എന്ന് പറയുന്നത്. സോ അടുത്തത് സൈറ്റോക്രോം സി ആണ്. സൈറ്റോക്രോം സി വാട്ടർ സോല്യൂബിൾ ആണ്. സോല്യൂബിൾ പ്രോട്ടീൻ, അതായത് വാട്ടർ സോല്യൂബിൾ ആണ്. സോ അത് എവിടെയായിരിക്കും? വാട്ടർ സോല്യൂബിൾ പ്രോട്ടീൻ, ഇന്റർ മെംബ്രെയിൻ സ്പേസിലെ വാട്ടർ സോല്യൂബിൾ പ്രോട്ടീനിന്റെ ആ ഒരു ഭാഗത്തായിരിക്കും ഇവർ ലൊക്കേറ്റ് ചെയ്യുന്നത്, സൈറ്റോക്രോം സി ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന മൊബൈൽ കാരിയേഴ്സ് എന്തിനു വേണ്ടിയാണ്? ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അതായത് ഈ കോംപ്ലക്സ് 1-ൽ നിന്നും കോംപ്ലക്സ് 2-ൽ നിന്നും 3-ൽ 4-ൽ നിന്നുമുള്ള ഇലക്ട്രോൺസിനെയൊക്കെ ഇവർക്ക് അവിടെ പോയി ക്യാരി ചെയ്ത് ഓക്സിജനിലേക്ക് ഡെലിവർ ചെയ്യാനുള്ള ഒരു മൊബൈൽ ആയിട്ടുള്ള ഇലക്ട്രോൺ കാരിയേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? യുബീക്വിനോണും സൈറ്റോക്രോം സി എന്ന് പറയുന്നത്. 4 protein complexes of electron transport chain. ഫസ്റ്റ് കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1. അതായത് ഓൾസോ നോൺ ആസ് NADH dehydrogenase or NADH oxidoreductase is a very large protein of about 43 polypeptide. So complex 1 ആണ് എന്ത് പറയുന്നത്? അതായത് ഏറ്റവും വലിയ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഏറ്റവും ഫസ്റ്റ് പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? NADH dehydrogenase എന്നോ അല്ലെങ്കിൽ NADH ubiquinone oxidoreductase എന്നോ നമുക്ക് ഇതിന് എന്ത് പറയാം? കോംപ്ലക്സ് 1-ന്റെ മറ്റൊരു പേരാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1. അതിൽ എത്രയുണ്ട്? 43 ഡിഫറെന്റ് പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ്സ് ഉണ്ട്. അതായത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, ബാക്കിയുള്ള എൻസൈംസിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ് കോംപ്ലക്സ് 1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതില് കാണുന്ന പോളിപെപ്റ്റൈഡുകൾ നമ്മൾ പറഞ്ഞു 43 ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിൽ കാണുന്ന പോളിപെപ്റ്റൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? FMN, അതായത് ഫ്ലാവോ പ്രോട്ടീൻസും അതേപോലെ തന്നെ അയൺ സൾഫർ പ്രോട്ടീൻസ് FES ഉം കാണുന്നുണ്ട്.
L-shaped horizontal component lies within the inner mitochondrial membrane, while vertical component lies in the matrix. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് കോംപ്ലക്സ് 1 എന്ന് കാണിക്കുന്നത്. സോ കോംപ്ലക്സ് 1 പൊതുവേ ഇങ്ങനെ, അതായത് ഈ ഒരു സ്ട്രക്ചർ പോലെയല്ല, ഇങ്ങനെയാ. അതായത് കോംപ്ലക്സ് 1 കാണുന്നത് അതൊരു എൽ ഷേപ്പിലാണ്. എന്ത് ഷേപ്പിലാണ്? എൽ ഷേപ്ഡ് ആണ്. ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എന്ത് കാണുന്നത് കോംപ്ലക്സ് 1 കാണുന്നത്. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ത് പറയുന്നത്? ഹൊറിസോണ്ടൽ കമ്പോണന്റ്, എല്ലാമിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എവിടെയായിരിക്കും? മെട്രിക്സിനകത്തായിരിക്കും. അതേപോലെ തന്നെ മെട്രിക്സിലല്ല, ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിലാണ്. അതേപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് എവിടെയാണ്? മെട്രിക്സിനകത്താണ്. വെർട്ടിക്കൽ കമ്പോണന്റ് മെട്രിക്സിനകത്തുമായിരിക്കും. സോ വെർട്ടിക്കൽ ആ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്കാണ്. സോ ഏറ്റവും നല്ല അറേഞ്ച്മെന്റ്, അതായത് ഇന്ററാക്ട് ചെയ്യാൻ ഇന്നർ മെംബ്രെയിൻ സ്പേസിലേക്കും അതേപോലെ തന്നെ മെട്രിക്സിലേക്കും ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോംപ്ലക്സ് 1 ഈ ഒരു അറേഞ്ച്മെന്റ് വരുന്നത്. Functions to pass high energy electron from NADH to coenzyme Q. ഓർക്കുക, കോംപ്ലക്സ് 1 അതിന്റെ എൻട്രി പോയിന്റ്, അതിന്റെ ഇലക്ട്രോൺ കാരിയർ അല്ലെങ്കിൽ ഇലക്ട്രോൺ എവിടെ നിന്നാണ്? NADH ൽ നിന്നാണ്. അത് ഓർത്തിരിക്കണം. NADH ൽ നിന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺസിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ അവര് ക്യാരി ചെയ്യുന്നത്. NADH എന്ത് ചെയ്യുന്നുണ്ട്? 2 ഇലക്ട്രോൺസിനെ FMN കൊടുത്ത് ആ ഒരു പ്രൊസീജിയറിലൂടെ എവിടെ എത്തുന്നു? ഈ പറയുന്ന കോഎൻസൈം ക്യൂയിലേക്ക് എത്തി അവിടെ നിന്നും അടുത്തത് ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ, അതായത് സോ ഇവിടെ എന്താണ്? NADH ഉം അതേപോലെ തന്നെ യുബിക്വിനോൺ, മൊബൈൽ ആയിട്ടുള്ള ഇലക്ട്രോൺ കാരിയർ ആയിട്ടുള്ള യുബിക്വിനോണും ഇവിടെ തമ്മിൽ ഒരു ലിങ്ക് വന്നു. Also act as a proton pump that uses the movement of electrons to move H plus ion into the inner membrane space. നമ്മൾ പറഞ്ഞു എന്താണ് ഈ പറയുന്ന ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുമ്പോൾ അവിടെ എന്ത് വ്യത്യാസം വരുന്നുണ്ട്? അല്ലെങ്കിൽ എനർജി ലോസ് നടക്കുന്നുണ്ട്. ഈ എനർജി ലോസിനെ വേസ്റ്റ് ആക്കാതെ എന്ത് ചെയ്യാം? പ്രോട്ടോണുകളെ പമ്പ് ചെയ്യാണ്. എന്താണ്? പ്രോട്ടോൺസിനെ പമ്പ് ചെയ്ത് മെട്രിക്സിൽ നിന്നും ഇന്റർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ സ്പേസിനകത്തേക്ക്, അതായത് ഈ ഒരു സ്പേസിലെ ഇന്റർ മെംബ്രെയിൻ സ്പേസിനകത്തേക്ക് പ്രോട്ടോണുകളെ പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഓരോ NADH മോളിക്യൂളും ഓക്സിഡൈസ് ആകുമ്പോൾ, അതായത് ഓരോ NADH മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? 4 പ്രോട്ടോണുകൾ, അതായത് 4 H+ അയോണുകളാണ് എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്യുന്നത്. സോ കോംപ്ലക്സ് 1 എത്ര പ്രോട്ടോണുകളെ പമ്പ് ചെയ്യുന്നുണ്ട്? 4 H+ പ്രോട്ടോണുകളെ അവര് പ്രോട്ടോൺ പമ്പായിട്ട് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അടുത്തതാണ് കോംപ്ലക്സ് 2, ഓൾസോ നോൺ ആസ് സക്സിനേറ്റ് reductase, contain the succinate dehydrogenase enzyme used in the TCA cycle to transform succinate to fumarate and form FADH2. സക്സിനേറ്റ് കോംപ്ലക്സ് 2 നമ്മൾ പറഞ്ഞു സക്സിനേറ്റ് റിഡക്ടേസ് എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം എന്താണ്? അതായത് ഈ സക്സിനേറ്റ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനകത്തുള്ള സക്സിനേറ്റും അതേപോലെ തന്നെ TCA സൈക്കിളും തമ്മിൽ അവിടെ ഒരു ലിങ്ക് നടക്കുന്നുണ്ട്. ഓർക്കുക, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും TCA സൈക്കിളും തമ്മിലുള്ള ഒരു ലിങ്ക് ആണ് ആരെന്ന് പറയുന്നത്? കോംപ്ലക്സ് 2 അഥവാ അവിടെയുള്ള സക്സിനേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്തുണ്ട്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഉണ്ടെന്ന് പറഞ്ഞു. കോംപ്ലക്സ് 2 എന്തുണ്ട്? സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഉണ്ട്. ഈ ഒരു എൻസൈം എവിടെ ആവശ്യമുണ്ട്? TCA സൈക്കിളിൽ ആവശ്യമുണ്ട്. അതായത് ഇവിടെയുള്ള സക്സിനേറ്റ് TCA സൈക്കിളിൽ സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിൽ സക്സിനേറ്റ് എന്താക്കി മാറ്റുന്നു? ഫ്യൂമാരേറ്റ് ആക്കി മാറ്റുന്നുണ്ട്. ഈ ഒരു റിയാക്ഷനിലും ഹൈഡ്രജൻ, അതായത് ഈ പറയുന്ന സക്സിനേറ്റ് ഫ്യൂമാരേറ്റ് ആയി മാറുന്ന പ്രക്രിയയിൽ എന്താണ് നടക്കുന്നത്? H+ ആറ്റംസിനെ, അതായത് ആ ഹൈഡ്രജൻ ആറ്റംസിനെ നമ്മൾ സക്സിനേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനും TCA സൈക്കിളും തമ്മിലുള്ള ഒരു ലിങ്ക് ആയിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? കോംപ്ലക്സ് 2 ആക്ട് ചെയ്യുന്നത്. ഫങ്ഷൻസ് ടു ട്രാൻസ്ഫോം, അതേപോലെ തന്നെ എന്ത് പറയുന്നത്? ഫോം FADH2 ഉണ്ടാകുന്നുണ്ട്. എന്താണ് FADH2? ഈ റിയാക്ഷനിൽ ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്യുന്നു പറഞ്ഞു. ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻസ് സക്സിനേറ്റിൽ നിന്നുള്ള ഹൈഡ്രജന് ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? FAD ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ആരാണ്?
FAD ആണ്. FADH2 ആയിട്ടാണ് മാറുന്നത്. FAD അക്സെപ്റ്റ് ചെയ്ത് എന്താക്കി മാറ്റുന്നു? FADH2 അതിനെ റെഡ്യൂസ് ചെയ്ത് FADH2 ആക്കി മാറ്റുന്നു. ഈ കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് എന്തിന്റെ? FADH2ൽ നിന്നാണ് അവർ ഇലക്ട്രോൺസിനെ അവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ആ ലിങ്ക് മനസ്സിലായോ? അതായത് PCA സൈക്കിളിലുള്ള സക്സിനേറ്റ് എന്തായി മാറുമ്പോൾ? ഫ്യൂമാരേറ്റ് ആയി മാറുമ്പോൾ 2 ഹൈഡ്രജനെ അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. ആ 2 ഹൈഡ്രജൻ ആരാണ് ഫോം ചെയ്യുന്നത്? 2 ഹൈഡ്രജൻ ഫോം ചെയ്യുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് FADH2 ആണ്. ഈ FADH2 പിന്നീട് എന്ത് ചെയ്യുന്നു? ഈ കോംപ്ലക്സ് 2 അതിനെ എന്ത് ചെയ്യുന്നു? കോംപ്ലക്സ് 2 ഈ FADH2വിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ അത് FAD ആക്കി മാറ്റി ഈ പറയുന്ന ഇലക്ട്രോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. Functions to pass high energy electrons from FADH2 to coenzyme A. അതായത് FADH2 എന്ത് ചെയ്യുന്നില്ല? ഈ FADH2 ഡയറക്ട്ലി ആ ഒരു ഇലക്ട്രോൺസിനെ അവരെന്ത് ചെയ്യുന്നു? പാസ് ചെയ്ത്, അതായത് ഓരോ പ്രോസ്റ്ററ്റിക് ഗ്രൂപ്പിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് എവിടെ എത്തിക്കുന്നുണ്ട്? കോഎൻസൈം Q അഥവാ ക്യൂബിക്വിനോണിലേക്ക് എത്തിക്കുന്നു. നോട്ട് എ പ്രോട്ടോൺ പമ്പ്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? കോംപ്ലക്സ് 1ഉം 3ഉം 4ഉം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോട്ടോൺ പമ്പ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ളൂ. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ATP മോളിക്യൂൾസിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് കോംപ്ലക്സ് 2 ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ പക്ഷെ എന്തില്ല? ബാക്കിയുള്ള NADH നെ കമ്പയർ ചെയ്ത് അത്രയും ATP മോളിക്യൂൾസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഇതെന്തല്ല? ഒരു പ്രോട്ടോൺ പമ്പ് അല്ല. ഇവിടെ എന്ത് നടക്കുന്നില്ല? പ്രോട്ടോൺസിനെ അവര് മെട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ആണ് കോംപ്ലക്സ് 3. Complex 3 is also known as cytochrome C oxidoreductase. Cytochrome BC1 complex, coenzyme Q cytochrome C oxidoreductase accept the electrons that were ultimately transferred to coenzyme Q from complex 1 and 2. സോ എന്താണ്? കോംപ്ലക്സ് 3നെ നമുക്ക് പേരുകൾ പറയാമെന്ന് പറഞ്ഞു. ഈ കോംപ്ലക്സ് 3ക്ക് ഇത്രയും മൾട്ടിപ്പിൾ നെയിംസ് വരാൻ കാരണം അത് ഇന്ററാക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആയിട്ടാണ്. സോ സൈറ്റോക്രോം C റിഡക്ടേസ് എന്ന് പറയുന്ന പേര് വരാൻ കാരണം എന്താണ്? ഇത് സൈറ്റോക്രോം, അതായത് ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? സൈറ്റോക്രോം C-നെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കോംപ്ലക്സ് 3-നകത്തുള്ള സൈറ്റോക്രോം C-നെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു പേര് നിയമം സൈറ്റോക്രോം C റിഡക്ടേസ്. അടുത്തത് എന്താണ്? സൈറ്റോക്രോം BC1 ആണ്. അതെന്താണ്? സൈറ്റോക്രോം ബിയും അതേപോലെ തന്നെ C1ഉം ഈ പറയുന്ന കോംപ്ലക്സ് 3യിൽ ഉള്ളത് കൊണ്ടാണ് ഇതിനെ നമുക്ക് എന്ത് പറയുന്നത്? സൈറ്റോക്രോം BC1 എന്ന് പറയുന്നത്. സോ ഇതിൽ എന്തുണ്ട്? കോംപ്ലക്സ് 3യിൽ സൈറ്റോക്രോം ബിയും ഉണ്ട്, സൈറ്റോക്രോം സിയും ഉണ്ട്, C1ഉം ഉണ്ട്. സോ അനദർ നെയിം സൈറ്റോക്രോം BC1. അടുത്തതാണ് കോഎൻസൈം Q സൈറ്റോക്രോം C ഓക്സിഡോറിഡക്ടേസ്. അത് എന്തുകൊണ്ടാണ്? അവര് കോഎൻസൈം Qയിൽ നിന്നും, അതായത് കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2ൽ നിന്നുമുള്ള ഇലക്ട്രോൺസ് അവര് ഈ ഇലക്ട്രോൺസിനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ആരാന്നറിയോ? കോഎൻസൈം Q ആന്ന് പറഞ്ഞു. ഈ കോഎൻസൈം Q എന്ത് ചെയ്യുന്നുണ്ട്? സോ കോഎൻസൈം Q അവിടെ സൈറ്റോക്രോം C-നകത്തേക്കാണ് നോക്കുന്നത്. അതായത് കോഎൻസൈം Q ആർക്ക് കൊടുക്കുന്നു? സൈറ്റോക്രോം C-യിലേക്ക് കൊടുക്കുന്നു. അതായത് ഇവിടെ കോഎൻസൈം Q ഇലക്ട്രോൺസിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അവിടെ നടക്കുന്നത് ഓക്സിഡേഷനും കോഎൻസൈം Q കൊടുക്കുന്ന ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നത് സൈറ്റോക്രോം C ആയതുകൊണ്ട് അവിടെ റിഡക്ഷനും നടക്കുന്നുണ്ട്. സോ ഇതിനെയും കോഎൻസൈം Q സൈറ്റോക്രോം C ഓക്സിഡോറിഡക്ടേസ്. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ അക്സെപ്റ്റ് എവിടെയാണ്? കോഎൻസൈം Qയിൽ നിന്നും, അതായത് കോംപ്ലക്സ് 1ൽ നിന്നും കോംപ്ലക്സ് 2ൽ നിന്നുമുള്ള ഇലക്ട്രോൺസ് കോഎൻസൈം Q അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. Also act as a proton pump that uses the movement of electrons to move H+ ion into the intermembrane space, generating a proton-electron gradient. So ഈ പറയുന്ന കോംപ്ലക്സ് 3യും എന്താണ്? ഒരു പ്രോട്ടോൺ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവരെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണ് കോംപ്ലക്സ് 3യിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇവരും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ആ എനർജി ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു? H+കളെ പമ്പ് ചെയ്യുന്നു. ഇന്റർ മെംബ്രെയിൻ സ്പേസിനകത്തേക്ക് H+കളെ പമ്പ് ചെയ്ത് അവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ്, അതായത് അവിടെ ഒരു ചാർജ് ഡിഫറൻസ് ഒക്കെ വന്ന് ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സുകൾ അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കോംപ്ലക്സ് 4 എന്ന് പറയുന്നത്. Also known as cytochrome C oxidase uses the electrons
to pump H plus ions out of the matrix. So ഇതിന് എന്താണ് അടുത്ത പേരാണ് സൈറ്റോക്രോം സി ഓക്സിഡേസ്. സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്ന് പറയുന്നത് ഇതെന്താണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ഫൈനൽ പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് 5 ഉണ്ടെങ്കിലും കോംപ്ലക്സ് 5ന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെയാണ്. സോ കോംപ്ലക്സ് 4 ആണ് പ്രൈമറി ആയിട്ടുള്ള അതായത് ഫൈനൽ പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. It transfers the electron obtained from cytochrome C onto oxygen, reducing it to form water. So എന്താണ് കോംപ്ലക്സ് 4 അക്സെപ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് സൈറ്റോക്രോം സിയിൽ നിന്നാണ്. നോക്കുക എവിടെ നിന്നാണ് സൈറ്റോക്രോം സിയിൽ ഈ കാണുന്ന മൊബൈൽ ആയിട്ടുള്ള സൈറ്റോക്രോം അതായത് കോംപ്ലക്സ് 1ലും കോംപ്ലക്സ് 2ലും ആരാണ് യുബീക്വിനോൺ ആണ്. കോംപ്ലക്സ് 3യിൽ നിന്നും അതേപോലെ കോംപ്ലക്സ് 3യുടെ ആരാണ് സൈറ്റോക്രോം സി ആണ്. ഈ സൈറ്റോക്രോം സിയിൽ നിന്നും അവർ എന്ത് ചെയ്യുന്നു ഇലക്ട്രോൺസിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. സോ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഇലക്ട്രോൺസ് ഈ സൈറ്റോക്രോം സി എവിടെ നിന്നും അതായത് നമ്മുടെ കോംപ്ലക്സ് 3യിൽ നിന്നും കോംപ്ലക്സ് 4ലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ പറയുന്ന സൈറ്റോക്രോം സി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺസ് കോംപ്ലക്സ് 4ലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എനർജി റിലീസ് ആവുന്നുണ്ട്. ആ എനർജി റിലീസ് ആവുന്നതിലൂടെ അവർ എന്തിനെ പമ്പ് ചെയ്യുന്നുണ്ട് H+ അയോണുകളെ പമ്പ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് 1ഉം 3യും 4യും ചെയ്യുന്നത് പോലെ തന്നെ H+ അയോണുകളെ പമ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്ലക്സ് 4നകത്താണ് എന്ത് ചെയ്യുന്നത് ഓക്സിജൻ ഉള്ളത്. ഓക്സിജൻ ഫൈനൽ ഇലക്ട്രോൺ അക്സെപ്റ്റർ ആയിട്ടുള്ള ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നു ഈ ഓക്സിജൻ നമ്മുടെ മെട്രിക്സിനകത്ത് H+ ഉണ്ട്. മെട്രിക്സിലുള്ള H+ കൂടി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു H2O അതായത് വാട്ടർ ആയിട്ട് മാറുന്നു. മെട്രിക്സിലാണ് ഒരുപാട് H+ അയോണുകൾ ഉള്ളത്. ആ H+ അയോണുകളായിട്ട് ഇവിടെയുള്ള ഓക്സിജൻ കമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത ഓക്സിജൻ കമ്പൈൻ ചെയ്ത് എന്തിന്റെ ഫോർമേഷൻ നടക്കുന്നു H2O അതായത് വാട്ടറിന്റെ ഫോർമേഷൻ നടക്കുന്നു. ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റെപ്പ് ആണ്. കാരണം ഈ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന് കണ്ടിന്യൂറ്റി അതായത് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് പോകും. അതായത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നില്ല ചെയിനിന്റെ അവസാനത്തിൽ അതിനെ റിമൂവ് ചെയ്യാതിരിക്കും. സോ സൈറ്റോക്രോം സി ഓക്സിഡേസ് എന്തിനു വേണ്ടിയാണ് അതായത് വാട്ടർ റെഡ്യൂസിങ് അതായത് ഓക്സിജനെ വാട്ടർ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് ഇടിസിയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് ആര് കോംപ്ലക്സ് 4 എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം അതായത് ഓരോ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിനകത്ത് കാണുന്ന ഇലക്ട്രോൺ ക്യാരിയേഴ്സ് അത് എവിടെയാണ് കാണുന്നത് അതേപോലെ തന്നെ അത് എങ്ങനെയാണ് കോംപ്ലക്സ് 1ലെ 2ലൊക്കെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നമുക്ക് അത് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ്സുകൾ കേട്ട് നോട്ടൊക്കെ എഴുതി നന്നായി പഠിക്കുക. അപ്പോ എന്ത് ചെയ്യാം ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലോ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് ഈ പറയുന്ന അടുത്തതായിട്ടുള്ള അതായത് നമ്മൾ ഇനിയും പറഞ്ഞു ETCയെ കുറിച്ച് കാരിയർ പ്രോട്ടീൻസിനെ ഡിസ്കസ് ചെയ്യാനുണ്ട്. കാരിയർ പ്രോട്ടീൻസിനെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന കോംപ്ലക്സ് 1 മുതൽ 4 വരെ വീണ്ടും ആ ഒരു മെക്കാനിസം വെച്ചും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.